ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഈ ഒരു ടാങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ഫിൽട്രേഷൻ വെച്ചിന്, അത് സക്സസ് അല്ല. അപ്പം അതിൻ്റെ പകരം നമ്മൾ അതേ സാധനം ചെറുങ്ങനെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യും. കാരണം നമ്മൾ വെഹിക്കിൾ ബയോഫ്ലോക്കിൽ വെച്ച സെറ്റപ്പ് ഉണ്ട്, വാൾവാക്കിയിട്ട് പുറത്തേക്ക് പോയിപ്പിക്കുന്നൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, എല്ലാം 3/4 ഇഞ്ച് സൈസാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ ഞാൻ മുമ്പേ ഉപയോഗിച്ചൊരു ബക്കറ്റ് ഉണ്ട്, അതിൻ്റെ അടുത്തിന് അത് ഇതിലേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് ഞാൻ പറഞ്ഞു തരാം, വെയിറ്റ്. ഇതിന് ചുറ്റിലാണ് നമ്മൾ ഈ ഒരു ലെയർ മൊത്തത്തിൽ എന്താ പറയുക സ്പോഞ്ചും കാര്യങ്ങളും മെറ്റൽ ജെല്ലി എല്ലാം ഇട്ടിട്ട് ഈ ഒരു ഫുള്ളാക്കുക. കാരണം ഇതിന് ഹോൾസ് ഇട്ട കാരണം വെച്ചാൽ ഈ വേസ്റ്റ് കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം. കാരണം അതിൻ്റെ ഉള്ളിലൊന്നും കയറരുത്. കാരണം ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഈ ഒരു പൈപ്പ് വെച്ചിട്ട് മോട്ടറിൻ്റെ കണക്ഷനെല്ലാം ഇതുവഴി ഇങ്ങനെ കറക്റ്റ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്നും വെള്ളം എന്താ പറയുക റൊട്ടേറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച എല്ലാം കൂടുമ്പോൾ ബാക്ക് വാഷ് ഇതങ്ങനെ തുറന്നു വിട്ടാൽ വേസ്റ്റ് വെള്ളം മാത്രം പോകും. അപ്പോൾ നമ്മൾ ഫിൽട്രേഷനും ക്ലിയറായി, നമ്മളെ ടാങ്കും ക്ലിയറായി. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചെയ്യുന്ന അപ്ഡേറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഒരു ടീ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇതുവഴിയാണ് നമ്മളെ മോട്ടർ അടിച്ചിട്ട് വെള്ളം വരാം. അപ്പോൾ ഒരു സൈഡ് തന്നെ വെള്ളം വരുന്നത്, കാരണം ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും വെള്ളം പോയാലേ റൊട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഹോൾസ് വെച്ചത് അതിനാണ്, കണ്ടില്ലേ? കാരണം ഒറ്റക്കായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സഹിക്കണം. ഈ ഒരു ലെവലിങ്ങനെ ഉള്ളിലേക്കൊന്ന് ലെവലിങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇതിൽ ഇറക്കി വെക്കുന്ന സമയത്ത് നമ്മളെ വാൾവ് വരുന്ന പൈപ്പ് കുറച്ച് മുന്നോട്ടാക്കണം. അതെന്തിനു വെച്ചാൽ ഈ ബക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കണം ആ ഒരു സെറ്റപ്പ്. ഇതേപോലെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് പോകണം. എന്നാൽ നമ്മളെ വേസ്റ്റ് ബാക്ക് വാഷ് എന്ന സമയത്ത് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഞാൻ ചെയ്തു വെച്ചത്. അപ്പോൾ ബാക്കി ആ 1 മിനിറ്റ് ടാങ്കിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ആ ഒരു ബക്കറ്റിന് ചുറ്റുമായിട്ട് എന്താ പറയുക ഉള്ളിച്ചാക്കും പിന്നെ നമ്മൾ നെറ്റെല്ലാം വെച്ച് കവർ ചെയ്ത് ഫസ്റ്റ് ലെയർ. അതിന് ശേഷം മെറ്റൽ ജെല്ലി ഇടണം. ഓക്കെ, മെറ്റൽ ജെല്ലി ഒന്ന് ഇട്ടിട്ട് പിന്നെ അതിന് ശേഷം സ്പോഞ്ച്. അങ്ങനെ ഒരു ലെയർ എന്താ ചെയ്യുക, മെറ്റൽ ജെല്ലി ഇട്ട് കംപ്ലീറ്റ് മൂടിയിട്ടുണ്ടേ. അങ്ങനെ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഫസ്റ്റ് നമ്മളെ മറ്റേ ഉള്ളിച്ചാക്കും നെറ്റും അങ്ങനത്തെ കാര്യം, രണ്ടാമത് ഇത്. പിന്നെ മൂന്നാമത് വെക്കേണ്ട മെയിൻ കാര്യം നല്ല സ്പോഞ്ച്. ഇത് നമ്മളിവിടെ സോഫേൻ്റെ എല്ലാം സ്പോഞ്ചില്ലേ, അതാണ് ഇപ്പോൾ തൽക്കാലം ഒപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 3 പീസ് തൽക്കാലം ഇങ്ങനെ വെക്കാം. പിന്നെ വേണ്ട വെച്ചാൽ സെയിം മെറ്റൽ ജെല്ല് തന്നെ അതോ ചാക്കിലിട്ട് ഉള്ളിച്ചാക്ക്. ഇതെന്ന് വെച്ചാൽ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 2 ആഴ്ച കൂടുമ്പോഴെല്ലാം ഈ സ്പോഞ്ച് ക്ലീൻ ആക്കണം. നല്ല വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് മറ്റേതുപോലെ പരത്തിയിട്ട് കഴിഞ്ഞാൽ എടുത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടാവും എടുത്ത് വൃത്തിയാക്കാനല്ലോ. അപ്പോൾ ഇതൊരു 3 ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിനാ എന്ത് ചെയ്യാം, ഇതങ്ങനെ കൈയോടെടുത്ത് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ബാക്ക് വാഷ് ഉണ്ട്. പിന്നെ ഇത് വെള്ളം ഫുള്ളായിട്ട് വരുമ്പോൾ ഒന്ന് ഇതിലോട്ട് ഡയറക്റ്റ് പോണിലേക്ക് പോകും. പിന്നെ ഒന്ന് ഇത് ഇപ്പുറത്തേക്ക് സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, മുമ്പേ ഉള്ളതാണ്, ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഈ ഒരു കറക്റ്റ് ഇതിലേക്ക് വീണ് സ്പോഞ്ചിൽ അതുവഴി അപ്പുറത്ത് ഔട്ട് പോയി പുറത്തേക്ക് പോകും. അങ്ങനെ ചെയ്തേന്. ഇപ്പോൾ ആ ഒരു ലെയർ സെറാമിക് ബയോബോൾസ് എല്ലാം ഇടും. പിന്നെ ഈ മണി പ്ലാന്റ് എല്ലാം സെറ്റായിട്ട് അടിപൊളിയായിട്ട് അല്ലേ. ഞാൻ എന്നിട്ട് ഇതൊന്ന് സെറ്റാക്കട്ടെ, എന്നിട്ടിൻ്റെ ഫൈനൽ ലുക്കിനെ അറിയിക്കാം. ഓക്കെ, അങ്ങനെ ഫൈനൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മോട്ടർ ഇട്ടിട്ടുണ്ട്. വെള്ളം കയറാൻ കുറച്ച് ടൈം എടുക്കും, വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് ഇവിടെ ഇത്ര വരെ എന്താ നമ്മളെ നെറ്റ് വെച്ച്, എന്നിട്ട് ഇത് കവറാകുന്ന വരെ മെറ്റൽ ജെല്ലി ഇട്ട്, ഇവിടെ സ്പോഞ്ച് വെച്ച്, എന്നിട്ട് ചാക്കിലേക്ക് ഇതും വെച്ച്. സിമ്പിൾ പരിപാടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു മോട്ടർ ഒഴികെ മോട്ടർ കൂട്ടിക്കോ എല്ലാം കൂടിയിട്ട് ഒരു 3000 റുപ്യയിൽ നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പായത്. കാരണം കുറേ ആൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സെറ്റപ്പ്. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ബാക്ക് വാഷും ഈ ഒരു ഫിൽറ്റർ അതും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട സെറ്റപ്പാക്കി. വെള്ളം വന്നിട്ടുണ്ട് വേണ്ട. ഫസ്റ്റ് എന്തായാലും കുറച്ച് അഴുക്കുവെള്ളമായിരിക്കും കംപ്ലീറ്റ്ലി. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നേരെ പോണ്ടിലേക്ക്, സെക്കൻഡ് പൈപ്പ് വരുന്നത് നേരെ ഇതാ ഇപ്പോൾ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ടോ അതിലേക്ക്. അതിൽ നിന്നും ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് കുറച്ചും കൂടി വെള്ളം
ക്ലാരിറ്റി ആകാൻ വേണ്ടി. പിന്നെ ആ മൊത്തം മണി പ്ലാന്റ് ഇല്ലേ, അത് അവിടെ നട്ടതാണ് കംപ്ലീറ്റ്. ഇനി ഈ സ്പോഞ്ച് നമുക്ക് അതും എടുത്ത് ക്ലീൻ ചെയ്യാം, കുറച്ചും കൂടി വെള്ളം സെറ്റപ്പ്. അപ്പോൾ ഫൈനലില്ല ലുക്ക് കണ്ടോ ഫിൽറ്ററിൻ്റെ. ഇത് നല്ലൊരു പെയിൻ്റ് അടിക്കാണ്ട് ബ്ലാക്ക്. ഇതാ ഇവിടെ ഒന്ന്, പിന്നെ ഇതാ 2 അവിടത്തേക്ക്. അതിൽ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കണ്ടോ ഒരു പുറത്തേക്ക്, അതിലോട്ടേക്കാണ് ടാങ്കിലേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള ലുക്ക് ഉണ്ടോ. ഇത് ഒരാഴ്ച കണ്ടിന്യൂസ് ഇട്ടതിന് ഈ ടാങ്കിനെ ക്ലിയർ ഉണ്ടോ. ഇപ്പോൾ ഇതിൽ മൊത്തം ഒരു 7 പീസ് ഗോൾഡൻ കളറാണ്. ക്ലിയർ ഒന്നും ഇല്ലല്ലോ, നോക്കിയോ കണ്ടോ, ഫുള്ളും മങ്ങിയിട്ടില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഒരു 4-5 ദിവസത്തെ അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവും. ഇതാ വെള്ളം ക്ലിയർ ആകാൻ തുടങ്ങി കണ്ടാ. ഇനി നമുക്ക് ബാക്ക് വാഷ് ഒന്ന് പരീക്ഷിക്കാണ്ട്, ബാക്ക് വാഷ് ഒന്ന് പരീക്ഷിച്ചിട്ട്. ഓ സെറ്റ്, ബാക്ക് വാഷിൻ്റെ ഫോഴ്സ് നോക്കിയട്ടെ. അതൊരു പൈപ്പ് കണക്റ്റ് കണക്റ്റ് നമ്മളെ തെങ്ങിനോ മാവിനോ എല്ലാം അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇതാണ് ബാക്ക് വാഷ് കിറ്റ്. അപ്പോൾ ഇതാ സംഭവം സക്സസ് ആയിട്ടുണ്ട്, നമ്മൾ ബേക്ക് ചെയ്ത പോലെ തന്നെ സെറ്റല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൽ തന്നെ വിളിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ആർക്കെങ്കിലും സെറ്റാക്കണമെങ്കിൽ വിളിച്ചോ. ഓക്കെ, ബൈ.